എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഞണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളത് കടയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഞണ്ട് റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞണ്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഒരു 6-7 വട്ടം നന്നായിട്ട് വാഷ് ചെയ്തൊന്ന് എടുത്ത് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. കറി വെക്കുന്നതിന് മുന്നേ തന്നെ ഞണ്ടൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക. പിന്നെ ഇത് നമുക്ക് ചെറിയ ചാറോട് കൂടി വെക്കാം. ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഒരു കുറുകിയ ചാറോട് കൂടി വെക്കാം. പിന്നെ ഇനി നമുക്ക് നല്ല റോസ്റ്റായിട്ട്, ഞാനിപ്പോൾ റോസ്റ്റായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചാറില്ലാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതേ റെസിപ്പി തന്നെ നമുക്ക് ചാറോട് കൂടിയും തയ്യാറാക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ നമ്മളെ അറിയിക്കാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് പുളി അനുസരിച്ച് നല്ല പുളി ഒട്ടും താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു തക്കാളി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. 2 തക്കാളി 2 സവോള. അപ്പോൾ ഈ ഒരു നമുക്ക് 650 ഗ്രാം ഞണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് അളവിൽ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി, അതായത് ഒരു ചുള ചെറിയുള്ളിയാണ് നമ്മൾ ഒരു ചുള എന്ന് പറഞ്ഞാൽ മുഴുവനോടെയുള്ള വെളുത്തുള്ളീൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പോർഷനാണ്. അതിലൊരു 10-11 വെളുത്തുള്ളി കാണും, അത്രയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്രയും തന്നെ അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സവോള എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ ഏത് കറിയിലേക്ക് ചേർക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ആ ഒരു പോർഷൻ നമ്മുടെ കറിയിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൈപ്പരസം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എന്ത് കറിയിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ തോലൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുവാണ് ഒരു 4-5 വട്ടം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ എത്രത്തോളം സാധനങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 650 ഗ്രാം ഞണ്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞണ്ട് കൂടുതലുണ്ടെങ്കിൽ ഇതേ സാധനങ്ങൾ തന്നെ കൂടുതൽ എമൗണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞണ്ടിലൊക്കെ ഒരു ചെറിയൊരു പുളിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ 2 തക്കാളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അളവ് വളരെ കുറച്ച് മതി എന്നുള്ളവരാണെങ്കിൽ പിന്നെ ഒരു തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിത് കഴുകാനായിട്ട് എടുത്ത് വെച്ച ആ ഒരു ചട്ടിയിലെ വെള്ളത്തിൽ അവിടെ നിന്നൊരു തെങ്ങിൻ്റെ ഒരു പൂർണ്ണമായ ഒരു രൂപം ഇങ്ങനെ കണ്ടപ്പോൾ അത് വെറുതെ ഒരു ഭംഗി, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരൊന്നും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കല്ലേ. ഇനി ഇതേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ 2 സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു കുറുകിയ ചാറ് കിട്ടാനായിട്ട് 2 സവോള മതി. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒത്തിരി വലിയ തക്കാളി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും ഇതുപോലെ ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 തക്കാളിയും. അപ്പോൾ നമ്മൾ സവോള 2 എടുത്തു, തക്കാളിയും 2 എടുത്തു. ഇനി ഇതേ തക്കാളിയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ചതച്ചൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മളിതിലേക്ക് ചേർക്കുന്ന കുരുമുളക് പൊടിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിൻ്റെയും ഒക്കെ എണ്ണ അനുസരിച്ച് കുറച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. ഈ ഞണ്ട് റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു എരിവുള്ള കറിയായിരിക്കണം. അപ്പോൾ സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എരിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 മുളകാണ് അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയും മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും പിന്നെ നമ്മളുടെ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും അരിഞ്ഞ് വെച്ച ശേഷം ഇനി നമ്മൾ ഇഞ്ചിയും
പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്ലേവർ നമുക്ക് നല്ല ഫ്ലേവർ ഈ കറിയിലേക്ക് വേണ്ടത് കൊണ്ട് തന്നെ നമ്മളതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. എന്നാലും നമ്മുടെ കറിക്ക് പ്രത്യേക പെട്ടെന്ന് ഫ്ലേവർ കൊടുക്കുന്നത് ഇത് നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയിലിട്ട് ചതയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല ഇനിയിപ്പോൾ ഇടികല്ലുള്ളവരാണ് വെച്ചാൽ ഇടികല്ലിൽ ചതയ്ക്കാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം ഞണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു പിന്നെ ചീനച്ചട്ടിയിൽ നമ്മളുടെ വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പാചകം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്താ പറയുക, വിറക് നമ്മൾ പിന്നെ ഗ്യാസ് അടുപ്പിലും അതുപോലെയൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിയും നമുക്കൊന്നുകൂടി ഒരു ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. 4 ടീസ്പൂൺ വരെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഒരു വളരെ കുറച്ച് ഒരു 5-6 ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തു കേട്ടോ. അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം കൂടി വളരെ കുറച്ച് പെരുംജീരകവും കൂടി ഒന്ന് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 6 അല്ലി ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ ഇത് വിറകടുപ്പിലായതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ഫ്ലെയിം അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ എന്താ ഈ പണീൻ്റെ ഇടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഒത്തിരി കത്തിച്ചങ്ങ് കരിച്ച് കളയരുത്. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പോവും. അതുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സവോളയിൽ എന്താ പറയുക വാട്ടക്കണ്ടലിലൊക്കെ പോയി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഒത്തിരി അങ്ങ് റോസ്റ്റായിട്ട് എടുക്കണ്ട, എന്നാലും അത്യാവശ്യം നല്ലോണം ഒരു വാട്ടക്കണ്ടലിലൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ട് നല്ലൊരു പിന്നെ ബ്രൗണിഷ് കളർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ആ ഒരു കനലിൽ തന്നെ അത്യാവശ്യം നല്ല കനലുണ്ട്. അപ്പോൾ നമ്മൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ കരിയാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് കത്തിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് കണ്ടില്ലേ വഴണ്ട് അങ്ങനെ അതങ്ങനെ ഇരുന്ന് അങ്ങനെ വഴണ്ടോളും. കാരണം നമ്മൾ പിന്നെ തീയിൻ്റെ ചൂട് നന്നായിട്ട് തന്നെ പിന്നെ ഈ ഒരു അടുപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളിച്ച് കത്തിക്കേണ്ട. അത് അതിലിരുന്നിട്ട് അങ്ങനെ വെള്ളം വറ്റി ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് ഇതായി വരട്ടെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതൊന്ന് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ആ ഒരു കളറ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും അതുപോലെ തന്നെ 6 പച്ചമുളകും അതിലേക്ക് 2-3 കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക കേട്ടോ. കത്തിച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിൽക്കണമെന്നില്ല. അതൊന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഒരുപാട് നേരം മാറി നിൽക്കരുത്. പിന്നെ അതവിടെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ചെയ്യാം കേട്ടോ. അടുപ്പിലാണെന്ന് ചോദിച്ചാൽ എപ്പോഴും കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. ഇതേ അടച്ച് വെച്ച് കൊടുത്തു. ഞാൻ കുറച്ച് നേരം ഒന്ന് മാറി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതേ വന്ന് നോക്കി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത്. അത്യാവശ്യം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കറിയിലേക്കും കൂടി ആവശ്യത്തിന് ഞണ്ടിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ ഞണ്ട് അതുപോലെയുള്ള സീ ഫുഡുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇതിൽ ഉപ്പ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞണ്ടിലൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് ഉപ്പ് കൂടുന്നൊരിത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മസാലയിലേക്കും കറിയിലേക്കുള്ള ചെറിയ അളവിലുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ അതിലേക്കൊരു വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂണിലും കുറവ് വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒരു മസാല മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. നമ്മൾ ഈ കുട്ടി വെച്ചിട്ട് കരിഞ്ഞൊന്നും പോകരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് ഈ ഒരു എല്ലാ മസാലേൻ്റെയും പച്ചമണം മാറുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എന്ത് ചേർക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ അതിൽ ചേർത്ത മസാലകളെല്ലാം പാകമായ അളവിൽ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരിക. എന്നാൽ ഓവറായിട്ട് കരിഞ്ഞ് പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അത് എല്ലാം പാകമായ രീതിയിൽ വളരെ ശ്രദ്ധിച്ച്
പിന്നെ എന്താ ചെയ്യുക, ചിലരിത് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഒഴിക്കും കരിഞ്ഞു പോകാതിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണ്ട. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക, നന്നായിട്ട് ഇളക്കി 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 തന്നെ മുരിച്ചെടുക്കുക. ഇപ്പോൾ ഈ നമ്മൾ ഒരുപാട് ആളിച്ചങ്ങനെ കത്തിക്കുന്നില്ല തീ കേട്ടോ, ചെറിയൊരു കനലിലാണ് ഇത്. ആ ഒരു സമയമെടുത്ത് തന്നെ അത് മൂത്ത് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് എന്താണ് ഈ ഒരു തക്കാളിയും സവോളയും നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത സ്പൈസസുകളെല്ലാം പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു കറിയിലേക്ക് നമ്മളെപ്പോഴും പിന്നെ എന്താണ് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തുകൂടാ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറൊരു അടുപ്പിൽ നമ്മൾ നല്ല തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളമാണ് നമ്മൾ ഇനി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേ നമ്മുടെ ഞണ്ട് നല്ല ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഞണ്ട് ചേർത്തതിന് ശേഷമാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ ഞണ്ടിൽ എന്താ പറയുക, നമുക്ക് ചെറിയ തോതിലെങ്കിലും വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം കൂടി നോക്കിയതിന് ശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞണ്ടിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ അടുപ്പിലായതുകൊണ്ട് ആ ഇറങ്ങി വരുന്നൊരു ടൈം ആവുന്നവരെ കാത്തുനിന്നാൽ ചിലപ്പോൾ നമ്മളുടെ മസാലകൾ കരിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു 2 ഗ്ലാസ് അളവിലുള്ള വെള്ളം ഞാൻ ഇപ്പോഴേ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം പിന്നെ അതിലുള്ള വെള്ളം കൂടി വന്നോട്ടെ, കാരണം നമ്മൾ അടുപ്പിലായതുകൊണ്ട് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നമ്മൾ ഇത്രയും നേരം തയ്യാറാക്കിയതിൻ്റെ ആ ഒരു രുചി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യണം, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ മസാലപ്പൊടികളെല്ലാം ചേർത്തു, എരിവും എല്ലാ കാര്യങ്ങളും എല്ലാം പാകത്തിനുണ്ട് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അതിൽ നമ്മൾ ഞണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ. ഇനി നമുക്ക് അത്യാവശ്യം തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു പൊടിക്കും കൂടി വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. കുറച്ച് വെള്ളം ഞണ്ടിനകത്ത് നിന്നാലും വന്നോളൂ. ഇനി ഇതിപ്പോൾ ഇനിയൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ടിൻ്റെ ആ ഒരു ഫ്ലേവർഫുള്ളായി നമ്മൾ ആ ചേർത്ത സാധനങ്ങളുടെ എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു മണം, അതിൻ്റെ കൂടെ ഈ ഞണ്ട് വെന്ത് തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അത് ആ കറി വെച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മണം എന്താ പറയുക, അങ്ങനെ നമുക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൂടാ. അതുപോലെ നല്ല പ്രത്യേകമായിട്ട് ഈ ഞണ്ട് ഇങ്ങനെ വെന്ത് വരുന്നൊരു പ്രത്യേക മണമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ അരമുറി തേങ്ങ, അതായത് ഒത്തിരി അങ്ങ് മൂത്തതല്ല എന്നാലും അത്യാവശ്യം മൂത്ത ഒരു അരമുറി തേങ്ങ, പിന്നെ നല്ല തേങ്ങാപ്പൂളുകളായിട്ട് എടുത്തിട്ട് അതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ടും വറ്റി നല്ല ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ ഈ തേങ്ങാക്കൊത്ത് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇതേ ടൈമിൽ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അപാര ടേസ്റ്റാണ്. പിന്നെ അത് നമുക്ക് മറ്റൊരു ദിവസം അങ്ങനത്തെ റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലല്ല വെള്ളത്തിലാണ് വേവിച്ചെടുത്തതെങ്കിലും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഈ ഒരു ഞണ്ടിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നല്ല അടിപൊളി മണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മണമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലല്ല തയ്യാറാക്കി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. പിന്നെ അതിലും പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരണം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ ഞങ്ങൾ അറിയിക്കാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേ അത്യാവശ്യം ഒന്ന് കുറുകി വന്നു. വീണ്ടും നമ്മൾ ഒരു തണ്ടും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഒന്നുകൂടി ഇതിലിരുന്നിട്ട് ഇത് പെട്ടെന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം പറ്റി പോകും കേട്ടോ. നമ്മൾ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്നങ്ങ് വറ്റി വേഗം തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് നേരത്തെ വേവൊന്നും ഇതിനില്ല കേട്ടോ. ആ തേങ്ങാക്കൊത്തും എല്ലാം കൂടി വെന്ത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ചൂട് കപ്പേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റാണ് കേട്ടോ. പിന്നെ കൂടുതലും കപ്പേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് പിന്നെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. പോപ്പുലറായിട്ടുള്ള പിന്നെ കോസ്റ്റൽ ഏരിയയിലുള്ള ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ഡിഷാണ് നമ്മൾ
ഈ ഒരു ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം, പക്ഷേ അതിലും ഇങ്ങനെ ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതാണ് ഒന്നുകൂടി നമുക്ക് താല്പര്യം കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലോണം ഫ്രൈ ആവണമെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ കുറച്ച് നേരം കൂടി, ഒരു 10 മിനിറ്റ് നേരം കൂടി അടുപ്പിലൊന്ന് വെച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നല്ല റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ അത്. എന്നാലും ഇതൊട്ടും ടേസ്റ്റിനൊട്ടും പുറകോട്ടല്ല, അതിഗംഭീര ടേസ്റ്റാണ്. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുകയല്ല കേട്ടോ. നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതേ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പം എന്താ പറയണ്ടേ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും നിങ്ങളെല്ലാവരോടും ഒരുപാട് കടപ്പാട്, ഒരുപാട് സ്നേഹം. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഇപ്പോഴും നിങ്ങൾ തരുന്ന എന്താ പറയുക, കമൻറ്റിനും എല്ലാത്തിനും ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്നാലും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ വേണം. അപ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും പിന്നെ എന്തെങ്കിലും ഇതിനെയൊക്കെ നിർദ്ദേശം നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് ഒരുപാട് അതിന് മൂല്യമുള്ളതാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.